മൂവാറ്റുപുഴ നഗര റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. വർഷങ്ങളായി മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ കാത്തിരുന്ന റോഡ് വികസനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയാണ് ഗതാഗതത്തിനായി തുറന്നത്. 151 ദിവസമാണ് റോഡ് അടച്ചിട്ടിരുന്നത്. നിരവധി പ്രതിഷേധങ്ങൾക്കും എതിർപ്പുകൾക്കും ഒടുവിലാണ് ആദ്യഘട്ട റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. മാത്യു കുഴൽനാടൻ MLAയുടെ സാന്നിധ്യത്തിൽ മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് SHO KP സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്താണ് ആദ്യഘട്ടം പൂർത്തിയാക്കി ഇരുവശത്തേക്കും വാഹന ഗതാഗതം തുറന്നു നൽകിയത്. റോഡിന് ഇരുവശവും കൈവരികൾ സ്ഥാപിക്കുക, മീഡിയൻ സ്ഥാപിക്കുക ഉൾപ്പെടെയുള്ള ജോലികൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട്. ഏറെക്കാലമായി നമ്മളെല്ലാവരും ചേർന്ന് പരിശ്രമിച്ചിരുന്ന മൂവാറ്റുപുഴയിലെ നഗര റോഡിൻ്റെ സുപ്രധാനമായ ഒരു ഘട്ടം പൂർത്തീകരിച്ച് നമ്മൾ PO ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയുള്ള ഫസ്റ്റ് ലെയർ ടാറിംഗ് പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ ഇന്ന് ആദ്യമായി നഗരത്തിലെ 4 വരിയിലൂടെയും ഗതാഗതം അനുവദിക്കുന്ന ഒരു സമയവും ദിവസവുമാണ്. ആ ഒരു സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇതിനുവേണ്ടി വലിയ രീതിയിൽ കഷ്ടപ്പെട്ട ഒരുപാട് പേര് ഉണ്ട്. അതേസമയം നഗര റോഡ് വികസനം മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ അട്ടിമറിച്ചുവെന്ന ഗുരുതര ആരോപണവുമായി മുൻ MLA എൽദോ എബ്രഹാം രംഗത്തെത്തി. നഗര റോഡ് വികസനത്തിലുണ്ടായിരുന്ന വെള്ളൂർക്കുന്നം കവല മുതൽ കച്ചേരിത്താഴം പാലം വരെയുള്ള ഭാഗം റോഡ് വികസനത്തിൽ നിന്നും ഒഴിവാക്കിയെന്നും ഇതോടെ 2400 മീറ്റർ ഉണ്ടായിരുന്ന റോഡ് 1800 മീറ്ററായി ചുരുങ്ങിയെന്നുമാണ് ആരോപണം. സ്വകാര്യ വ്യക്തികളിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത സ്ഥലങ്ങൾ റോഡിന്റെ വികസനത്തിന് ഉപയോഗിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 20 മീറ്ററാണ് റോഡിന്റെ വീതി കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ പലയിടത്തും 17 മുതൽ 18 മീറ്റർ വരെയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്ന വീതിയെന്നും അദ്ദേഹം ആരോപിച്ചു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനത്തിന്റെ കുറവും പ്രവർത്തനത്തിൽ കാലതാമസം വരുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ PO ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെ ഭാഗികമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആ പൂർത്തീകരിക്കപ്പെട്ട സ്ഥലങ്ങളിൽ വള്ളക്കാലി ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴത്തിനിടയിലുള്ള അത്രയും ഭാഗം റോഡിൻ്റെ ശരാശരി വീതി 20 മീറ്റർ ഉണ്ടാകണം. പക്ഷേ അത് 18 മീറ്ററും 17.25 മീറ്ററും ഒക്കെയായി ഇങ്ങനെ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ഭൂമി ഈ പറഞ്ഞ പ്രദേശത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടത് എങ്ങനെ സർക്കാരിൻ്റെ ഭൂമി നഷ്ടപ്പെട്ടു എന്നുള്ളതിന് ബന്ധപ്പെട്ട അധികാരികൾ ഉത്തരം പറയണം. ഉദ്യോഗസ്ഥരും നിയമസഭാ സാമാജികനായിട്ടുള്ള ശ്രീ മാത്യു കുഴൽനാടനും അവരുടെ അനാസ്ഥയും അവരുടെ അശ്രദ്ധയും ഒക്കെ പതിഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മൂവാറ്റുപുഴയിലെ ചില സ്വാർത്ഥ താല്പര്യക്കാരുടെ തൽപര കക്ഷികളുടെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചത് കുറ്റകരമായ അനാസ്ഥയാണ്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വർഷങ്ങളായി കേട്ടിരുന്ന മൂവാറ്റുപുഴ ജനത റോഡ് വികസനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയതോടെ വലിയ ആശ്വാസത്തിലാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.